അന്തർദേശീയ മാധ്യമങ്ങൾ മുതൽ പ്രാദേശിക മാധ്യമങ്ങൾ, അതായത് നമ്മുടെ മലയാളത്തിലെ ദിനപത്രങ്ങൾ, അവരുടെ ഓൺലൈൻ പേജുകൾ, ചാനലുകൾ, ഇവയിലെല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്ത, സുനിത വില്യംസ് ബഹിരാകാശ പേടകത്തിൽ നിന്ന് ദീർഘകാലമായി അവിടെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു റൈസസിൽ. അവിടെ നിന്ന് തിരിച്ച് ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്തു എന്നുള്ളതാണ്. തീർച്ചയായും ഇതൊരു വലിയ പ്രാധാന്യമുള്ള വാർത്തയാണ്. ശാസ്ത്ര ലോകത്തിന് മാത്രമല്ല, മറിച്ച് മനുഷ്യരാശിക്ക് തന്നെ വളരെയധികം പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ ഒരു വലിയ കുതിച്ചു ചാട്ടം എന്നൊക്കെയുള്ള നിലയിൽ പോലും നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത്. ഇനി ഇത് നമ്മുടെ മലയാള മാധ്യമങ്ങൾ ഏതൊക്കെ രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. ഒരാൾ പറയുന്നു സുനിത വില്യംസിന് ഇഷ്ടം ബീട്രൂട്ട് കൊണ്ടുള്ള ചില വിഭവങ്ങളാണ് എന്നാണ്. മറ്റൊന്നിൽ പറയുന്നത് സമൂസയാണ് അവരുടെ ഇഷ്ടവിഭവം എന്നുള്ളതാണ്. വേറൊരാൾ പറയുന്നു അവർ ഭഗവത്ഗീതയുമായാണ് ബഹിരാകാശ യാത്രകൾ നടത്താറുള്ളത് എന്നാണ്. ഗണപതി വിഗ്രഹവുമായി പോകുന്ന സുനിത വില്യംസ് എന്ന മറ്റൊരു റിപ്പോർട്ടിങ്ങും കൂടി കണ്ടു. അതിനിടയിൽ അവർ ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നു, ഇന്ത്യ സന്ദർശിക്കാൻ താല്പര്യപ്പെടുന്നു. ഇന്ത്യയിൽ നിന്നും ഇപ്പോൾ കഴിഞ്ഞ കുംഭമേളയുടെ ദൃശ്യങ്ങൾ കാണാൻ അവർ ആഗ്രഹിച്ചുവെന്നും അതിന്റെ ഫോട്ടോകൾ അയച്ചു കൊടുക്കാൻ വേണ്ടി അവർ ആവശ്യപ്പെട്ടുവെന്നും അവരുടെ ഒരു ബന്ധു പറയുന്നതായുള്ള, അതായത് ഒരു ബന്ധുവിനെ കോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വാർത്ത കണ്ടു. ഈ സമൂസ വാർത്തയൊക്കെ വന്നിരിക്കുന്നത്, അതിന് ബൈലൈനെ കൊടുത്തിരിക്കുന്നതാണ് ഏറ്റവും രസം. അത് സയൻസ് ഡെസ്ക് എന്നുള്ള പേരിലാണ് ആ വാർത്ത പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്തരമൊരു വലിയ ഇവന്റ് നടക്കുമ്പോൾ, ശാസ്ത്ര സംബന്ധമായ ഒരു വലിയ ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അത് എങ്ങനെയൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? തീർച്ചയായും ഇത് ഒരു വലിയ സമൂഹം ഉറ്റുനോക്കുന്ന ഒരു വാർത്ത തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അത് കേവലം എന്താണ് ഉണ്ടായത്, ആരൊക്കെയാണ് ഈ യാത്രാ സംഘത്തിൽ ഉണ്ടായത്, എന്താണ് പേടകത്തിന്റെ പേര് എന്നൊക്കെ ബൈഹാർട്ട് പഠിച്ച് വല്ല ക്വിസ് കോമ്പറ്റീഷനിലോ അതല്ലെങ്കിൽ PSC പരീക്ഷ എഴുതാൻ പോകുന്നവർ മാത്രമല്ല, മറിച്ച് ശാസ്ത്രത്തിൽ താല്പര്യമുള്ളവർ, ശാസ്ത്ര കുതുകികളായിട്ടുള്ള നിരവധി ആളുകൾ, നമ്മുടെ വിദ്യാർത്ഥികൾ, എഞ്ചിനീയറിംഗ് ആസ്പിരൻസ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ, യുവ എഞ്ചിനീയർമാർ എന്നു തുടങ്ങി ശാസ്ത്രത്തിൽ താല്പര്യമുള്ള ഏതൊരു വ്യക്തിയും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സംഭവങ്ങളാണ് ഈ ഒരു ഇവന്റിൽ കൂടി നടക്കുന്നത്. അവർ ഉപയോഗിച്ചിരിക്കുന്ന ഏത് തരത്തിലുള്ള പേടകമാണ്, ഈ ഭൂമിയിൽ നിന്നും ഏതാണ്ട് 100 കിലോമീറ്ററോളം മാത്രമേ ഉയരമുള്ളൂ എങ്കിലും എന്തിനാണ് അവർ ഇത്രയധികം മണിക്കൂറുകൾ എടുക്കുന്നത്? എങ്ങനെയാണ് അവർ സ്പീഡ് കുറക്കുന്നത്? ഇതിന് ഇനീഷ്യൽ സ്പീഡ് എത്രയാണ്? അതൊരു 0 എന്ന് പറയുന്ന സ്പീഡിലേക്ക് എത്തുമ്പോഴാണ് അത് ലാൻഡ് ചെയ്യുന്നത്. എന്തിനാണ് ലാൻഡിങ്ങിനായി, ഇത്ര പേടകങ്ങൾ ലാൻഡിങ്ങിനായി സമുദ്രം തെരഞ്ഞെടുക്കുന്നത്? എന്തുകൊണ്ട് അത് ഒരു മണൽപ്പരപ്പിലോ അതല്ലെങ്കിൽ ഭൂമിയിലോ അല്ലെങ്കിൽ ഒരു എയർപോർട്ടിലോ എന്തുകൊണ്ട് ലാൻഡ് ചെയ്യാൻ കഴിയുന്നില്ല? ഈ പേടകം റീയൂസബിൾ ആണോ? ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചാണ് ഈ പേടകം സഞ്ചരിക്കുന്നത്? അല്ലെങ്കിൽ ഇത്തരം ബഹിരാകാശ യാത്രകൾ സംബന്ധിച്ചിട്ടുള്ള നിരവധി സംശയങ്ങൾ, അതൊരു ശാസ്ത്ര കുതുകികളായിട്ടുള്ള ആളുകൾക്ക് അറിയേണ്ടുന്ന കാര്യങ്ങൾ, അതല്ലെങ്കിൽ ഇതിന് പിറകിലുള്ള ശാസ്ത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, ഇതിൽ ഇൻസ്പയർ ആകാൻ വേണ്ടി പോകുന്ന ഈ യുവ എഞ്ചിനീയർമാർ അടക്കമുള്ള യുവശാസ്ത്ര പ്രതിഭകൾ, ഇവർക്കെല്ലാം തികച്ചും ആവശ്യമുള്ള, അതല്ലെങ്കിൽ ഇത്തരത്തിൽ മനുഷ്യന് പ്രയോജനകരമായ രീതിയിൽ ശാസ്ത്രത്തെ റിപ്പോർട്ട് ചെയ്യുക എന്നതിന് പകരം അവർക്ക് ഇഷ്ടപ്പെട്ട വിഭവം സമൂസയാണെന്നും അവർ ഭഗവത്ഗീത കൊണ്ടുപോയെന്നും ഒക്കെയുള്ള റിപ്പോർട്ടിങ്ങുകൾ, അതും സയൻസ് ഡെസ്ക് എന്നൊക്കെ ബൈലൈൻ വെച്ചുകൊണ്ട് പ്രസിദ്ധീകരിക്കുന്നതിന്റെ പിന്നിലെ യുക്തി ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിലേതെങ്കിലും ഒരു പ്രത്യേക പത്രത്തെയോ ഒരു സ്ഥാപനത്തെയോ അല്ല പറയുന്നത്. ഇവിടെ മറ്റുള്ളവർക്ക് മുതലാളിത്ത മാധ്യമ കാലത്ത് എങ്ങനെ ബദലാവാം എന്നൊക്കെ ക്ലാസ് എടുക്കുന്ന ചില ജമാഅത്തെ ഇസ്ലാമി ബുദ്ധിജീവികളുടെ മാധ്യമം പോലും ആ തരത്തിലാണ് ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് കേവലം ഒരു ശാസ്ത്ര സംബന്ധമായ കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് ഒരു വ്യക്തി അവരുടെ രംഗത്ത് ഏതെങ്കിലും രീതിയിൽ കഴിവ് തെളിയിക്കപ്പെടുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം എന്തായിരുന്നു, അത് വച്ചുകൊടുത്തിട്ടുള്ള ഗോവിന്ദേട്ടന്റെ ഓർമ്മക്കുറിപ്പുകൾ, കുമരകത്തെ ഹോട്ടലിൽ വന്നപ്പോൾ അവർ ആവശ്യപ്പെട്ട കിച്ചടിയുടെ റെസിപ്പിയെ കുറിച്ച് അവിടുത്തെ ഷെഫ് വാസുപിള്ളയുടെ കുറിപ്പ് എന്നൊക്കെയുള്ള തലത്തിലാണ് നമ്മുടെ ഈ റിപ്പോർട്ടിങ്ങിൽ പോകുന്നത്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം
ഭൂമിക്ക് മുകളിലുള്ളത് മാത്രമല്ല, ഭൂമിക്കടിയിലുള്ളതും ആകാശത്തിന് മുകളിലുള്ളതുമായ എല്ലാ കാര്യങ്ങളെയും വായിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് മലയാളി എന്ന് പറയുന്നത്. ഒരിക്കൽ പോലും കേരളത്തിന്റെ അതിർത്തി വിട്ടു പോയിട്ടില്ലാത്ത ആൾ പോലും ചായക്കടകളിലൊക്കെ ഇരുന്ന് പാലസ്തീൻ ഹമാസ് പ്രശ്നത്തെക്കുറിച്ചൊക്കെ, ഇസ്രായേൽ ഹമാസ് പ്രശ്നത്തെക്കുറിച്ചൊക്കെ വളരെ ആഴത്തിൽ ചർച്ച ചെയ്യുന്നതൊക്കെ ഇത്തരം മാധ്യമ റിപ്പോർട്ടിങ്ങുകളുടെ അറിവിൽ നിന്നാണ്, അത് വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള അറിവിൽ നിന്നാണ്. ഇത്തരത്തിൽ ഈ സമൂസ സ്റ്റോറിയും അതുപോലെ ഈ ഭഗവത്ഗീതയും ഇതൊക്കെ കൊണ്ട് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. എന്തായാലും ബഹിരാകാശ സംബന്ധമായ ഒരു വലിയ ഒരു ലോകം തുറന്നിടത്തക്ക രീതിയിൽ റിപ്പോർട്ടിങ്ങുകൾ സാധ്യമാണെന്നിരിക്കെ ഇതൊക്കെ ഒരു ക്ലിക്ക് ബൈറ്റ് എന്നുള്ള രീതിയിൽ സമൂസയിലും ഭഗവത്ഗീതയിലും അതുപോലെ ബീട്രൂട്ട് വിഭവങ്ങളിലുമൊക്കെ ഒതുങ്ങിപ്പോകുന്ന ശാസ്ത്ര റിപ്പോർട്ടിങ്ങുകൾ, അതിനുവേണ്ടിയുള്ള ശാസ്ത്ര ഡെസ്കുകളാണ് വർക്ക് ചെയ്യുന്നത് എന്നറിയുന്നത് തികച്ചും അത്യന്തം സങ്കടകരമായ ഒരു കാര്യമാണ്. എന്തായാലും നമ്മുടെ ഈ 100% ലിറ്ററസി സാർ എന്ന് അഭിമാനിക്കുന്ന ഒരു ജനതയോട് ബീട്രൂട്ടിന്റെയും സമൂസയുടെയും ഒക്കെ കഥ പറയുന്നതിന്റെ യുക്തി ഈ മാധ്യമങ്ങൾ ഒരു വട്ടമെങ്കിലും ചിന്തിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.